അനുജ, ഇവിടെ സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു രീതിയാണുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണ്, അതായത് ഈ മനു ഭവനം എന്ന് പറയുന്ന ഈ വീടിൻ്റെ തെക്കു ഭാഗത്തായിട്ട് കണിക്കൊന്ന മരത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ ചിത ഒരുക്കുന്നത്. ചിത ഒരുക്കിയുള്ള സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് നിൽക്കുന്നതിനും മറ്റുള്ള ക്രമീകരണങ്ങൾ, പ്രത്യേകം നനയാതെ നിൽക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ടാർപാളിൻ ഷീറ്റിന് പുറമെ സമീപത്തെ ഒരു പുരയിടത്തിൽ കൂടി പന്തൽ ഒരുക്കുന്ന പ്രവർത്തികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ കുട്ടിയുടെ അമ്മ സുജ എത്തിയിട്ടുണ്ട്. സുജയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ നിന്നും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ക്രമീകരിച്ച് അയച്ചിട്ടുള്ള ഒരു 7 പേരായിരുന്നു പോയിട്ടുള്ളത്. അതിൽ കുട്ടിയുടെ ഈ സുജയുടെ സഹോദരി ശ്രീജയും ഒപ്പം തന്നെ മകൻ സുജിൻ ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അഭിനന്ദ് അക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പം ഇന്നലെ നമ്മളോട് സംസാരിച്ചിരുന്നു വാർഡ് മെമ്പർ ശിവരാജൻ. അദ്ദേഹമാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. സാധാരണ ഇന്നെങ്ങനെയാണ്, ചിതയൊരുക്കിയാണോ സംസ്കാരം? അതെ, ചിതയൊരുക്കി. പിന്നെ നമ്മളിപ്പോൾ രാവിലെ 9 മണിക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് പിന്നെ ബോഡിയൊക്കെ എടുത്ത് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി 10 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് മുൻ പഠിച്ച സ്കൂളിൽ വന്നിട്ട് സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുവാണ്. സ്കൂളിൽ എത്ര മണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിച്ചത് 2 മണിക്കൂറാണ്. അത് അവിടുത്തെ ഒരു ആളിൻ്റെ അനുസരിച്ച് നമ്മൾ ക്രമീകരിക്കും. വീട്ടിലേക്ക് എത്ര മണിക്ക് കൊണ്ടുവരാം? നമ്മൾ 12-1 മണിയോടുകൂടി വീട്ടിലെത്താനുള്ള ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. വീട്ടിൽ എത്ര സമയം പൊതുദർശനം? അത് നമ്മൾ പിന്നെ 4 മണിക്ക് നമ്മൾ പിന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്രയും ടൈം എന്തായാലും വീട്ടിൽ വെക്കാനുള്ളൊരു 5 മണിയോടുകൂടി ചടങ്ങുകളെല്ലാം കൂടി 5 മണി പൂർത്തിയാകും. ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആളുകൾ വരാനുള്ള സാധ്യതയും കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് എല്ലാവർക്കും ശരിക്കും നല്ലൊരു വിഷമമുള്ളൊരു കുട്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കാണാനുള്ള സംവിധാനം ഒരുക്കുന്നത്. കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണെങ്കിൽ പോലും അതിനെ അതിജീവിക്കുമ്പോൾ വേണ്ടി നമ്മളെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 5 കൂടിയാണ് ഇതെല്ലാം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അനുജ, രാത്രി ഏറെ വൈകിയും ഇവിടെ വലിയ ജനബാഹുല്യം തന്നെയായിരുന്നു. ഇപ്പോൾ രാവിലെ ഇപ്പോഴും ഈ വിവരം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ മിഥുൻ്റെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, അതായത് സഹപാഠികളുടെ മാതാപിതാക്കൾ അടക്കമുള്ളവരും ഇവിടേക്ക് എത്തി. ഇന്നലെ KSEB ഉദ്യോഗസ്ഥരൊക്കെ എത്തി KSEB പ്രഖ്യാപിച്ച ധനസഹായം ഇവരുടെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഈ വിവരം അറിഞ്ഞപ്പോൾ അച്ചമ്മ രമണി ആ സമയം മുതൽ തളർന്നിരിക്കുകയാണ്. ഇപ്പോഴും ആ അമ്മയുടെ ആ ദുഃഖത്തിന് ഒരു അല്പം പോലും മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അനുജ ഈ വീട്ടിൽ.